ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അഡിഷൻ ഓഫ് ബ്രോമിൻ ടു ഡബിൾ ബോണ്ട്. അഡിഷൻ ഓഫ് ബ്രോമിൻ ടു ഡബിൾ ബോണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു റിയാക്ഷൻ പരിഗണിക്കാം. CH2 ഡബിൾ ബോണ്ട് CH2. എത്തിലീൻ എന്ന് പറയുന്ന മോളിക്യൂളാണിത്. എത്തിലീൻ ഇതൊരു ഡബിൾ ബോണ്ടഡ് ഓർഗാനിക് മോളിക്യൂളാണ്. ഈ മോളിക്യൂളുമായിട്ട് ബ്രോമിൻ മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അഡിഷൻ പ്രോഡക്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡിഷൻ റിയാക്ഷൻസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതുപ്രകാരം ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് CH2 സിംഗിൾ ബോണ്ട് CH2, രണ്ട് കാർബൺ ആറ്റത്തിലും ബ്രോമിൻ ആറ്റങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ബ്രോമിൻ 1,2 ഡൈബ്രോമോ ഈഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. 1,2 ഡൈബ്രോമോ ഈഥെയ്ൻ. ഓക്കെ, അപ്പോൾ ബ്രോമിൻ ഈസ് ആഡഡ് ടു ഡബിൾ ബോണ്ട് ടു ഗീവ് എ വിസിനൽ dibromide. Vicinal dibromide means the bromine atoms are attached to the adjacent carbon atoms. Okay, അങ്ങനെ ഒരു വിസിനൽ ഡൈബ്രോമൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. വിസിനൽ ഡൈബ്രോമൈഡ്. ഈ ഒരു റിയാക്ഷൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ്റെ മെക്കാനിസം നമ്മൾ പഠിച്ചിരുന്നു. 2 സ്റ്റെപ്പുകളിലായിട്ടാണ് ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന ഏതാണ്? അഡിഷൻ ഓഫ് ദ ഓർ അറ്റാക്ക് ഓഫ് ഇലക്ട്രോഫൈൽ, അല്ലേ? അറ്റാക്ക് ഓഫ് ഇലക്ട്രോഫൈൽ ഓൺ ദ ഡബിൾ ബോണ്ട് ടു ഗീവ് a carbocation. Okay, and in the second step, the reaction of the nucleophile with the carbocation. Nucleophile എന്ത് ചെയ്യും? ഇങ്ങനെ ഉണ്ടാകുന്ന കാർബോകാറ്റയോണുമായിട്ട് ന്യൂക്ലിയോഫൈൽ റിയാക്ട് ചെയ്യുന്നു. കാർബോകാറ്റയോണുമായിട്ട് റിയാക്ട് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഈ 2 സ്റ്റെപ്പുകളിലൂടെയാണ് ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇതേ സ്റ്റെപ്പുകളിലൂടെ എങ്ങനെയാണ് ബ്രോമിൻ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളുകളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ബ്രോമിൻ ബോണ്ട് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി വീക്കായിട്ടുള്ള ഒരു ബോണ്ടാണ്. ബ്രോമിൻ ബോണ്ട്. ഓക്കെ, ഇറ്റ്സ് എ റിലേറ്റീവ്ലി വീക്ക് ബോണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിലേറ്റീവ്ലി വീക്ക് ആയതുകൊണ്ട് ഈ ബ്രോമിൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യിക്കാൻ സാധാരണ എളുപ്പമാണ്, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഈസിയാണ് ബ്രോമിൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യിക്കാൻ. ഓക്കെ, അപ്പം നമ്മുടെ ആൽക്കീനുകളിൽ എന്തുണ്ട്? പൈ ഇലക്ട്രോണുകളുണ്ട്. അല്ലേ? ഈ പൈ ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺ സെൻറ്ററുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പം ഈ ആൽക്കീനുകളുടെ പൈ ഇലക്ട്രോൺസ് ദേ അപ്രോച്ചസ് ദിസ് ബ്രോമിൻ, ഈ ബ്രോമിൻ മോളിക്യൂളിനെ അപ്രോച്ച് ചെയ്യുന്നു. ആരാണ്? ദ പൈ ഇലക്ട്രോൺസ് ഓഫ് ദ ആൽക്കീൻ. ആൻഡ് വെൻ ദീസ് ഇലക്ട്രോൺസ് അപ്രോച്ചസ് ദ ബ്രോമിൻ ഓർ ബ്രോമിൻ മോളിക്യൂൾ, വൺ ഓഫ് ദ ബ്രോമിൻ ആറ്റം അക്സെപ്റ്റ് ഇറ്റ്, അല്ലേ? ഇവിടെ ഉള്ളതിൽ ഒരു ബ്രോമിൻ ആറ്റം ഈ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മറ്റേ ബ്രോമിൻ Br- ആയിട്ട് ലീവ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഭയക്കൊന്നും വേണ്ട. ഞാൻ ഇതിൻ്റെ മെക്കാനിസം ഒന്ന് എഴുതി കാണിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഈ മെക്കാനിസം പ്രൊസീഡ് ചെയ്യപ്പെടുന്നതെന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമാവും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്ന്. ആദ്യമായിട്ട് നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ട്. ഓക്കെ, കാർബൺ ഡബിൾ ബോണ്ട്. ഇത് എത്തിലീൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ഹൈഡ്രജൻസ്. ഓക്കെ, വി ഹാവ് ഹൈഡ്രജൻസ് ഹിയർ. അപ്പോൾ ഇലക്ട്രോഫിലിക് അഡിഷൻ ആണ്.
ഇത് ബ്രോമിനും മോളിക്യൂളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ബ്രോമിൻ മോളിക്യൂൾ ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ആൽക്കീനിലുള്ള ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺ പെയർ ബ്രോമിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്തു, അഥവാ ഇലക്ട്രോഫൈലിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. അതാണ് ആദ്യം സംഭവിക്കുന്നത്. സി, ദിസ് പൈ ബോണ്ട് ബ്രേക്സ് ആൻഡ് ദാറ്റ് ഇലക്ട്രോൺ പെയർ മൂവ്സ് ടുവേർഡ്സ് ദ ബ്രോമിൻ. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യും? ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അടുത്ത ബ്രോമിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? We will get this type of a product. We can write it simply from here. See, CH, then അവിടെ മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു മാറ്റമുണ്ട്. ഇത് സിംഗിൾ ബോണ്ടായിട്ട് മാറും, കാരണം അവിടുത്തെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അല്ലേ. അപ്പോൾ അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. ദെൻ C, then HH, ദെൻ ഒരു പുതിയ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു അല്ലേ. ആ പുതിയ ബോണ്ട് എന്ന് പറയുന്നത് ഈ കാർബണും അല്ലേ, ഈ കാർബണും ഇവിടുത്തെ ബ്രോമിൻ ആറ്റവുമായിട്ടാണ് ഒരു പുതിയ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് ഇവിടുത്തെ കാർബൺ, താഴെ ഇരിക്കുന്ന കാർബൺ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജും കിട്ടും. ഇതെങ്ങനെയാണ് ചാർജുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാർബോ കാറ്റയോണാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കാർബോ കാറ്റയോൺ ഉണ്ടാകുന്നതിന് പകരം റിലേറ്റീവ്ലി മോർ സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു സ്പീഷീസാണ് ഇവിടെ നിന്ന് ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി, ഈ ബ്രോമിൻ ആറ്റത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോൺ പെയർ, ബ്രോമിനിലിരിക്കുന്ന ഇലക്ട്രോൺ പെയർ നമ്മുടെ ഈ കാർബണിലേക്ക് മൂവ് ചെയ്യും. കാർബണിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു സ്പീഷീസാണ് ഇവിടെ നിന്ന് ഫോം ചെയ്യുന്നത്. നോക്കുക, കാർബൺ, സിംഗിൾ ബോണ്ട് കാർബൺ, ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ, ദെൻ ഹൈഡ്രജൻ, എഗെയിൻ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, പിന്നെ ഇവിടെയുള്ള ബോണ്ടിനും ബ്രേക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെയുണ്ട്. പക്ഷേ ഒരു പുതിയ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നു ഈ കാർബണുമായിട്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് ഈ ബ്രോമിനാറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ, പോസിറ്റീവ് ചാർജ്. ബിക്കോസ് ആ ബ്രോമിൻ്റെ കയ്യിലിരുന്ന ഒരു ഇലക്ട്രോൺ പെയറാണ് ഈ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ ആ ഇലക്ട്രോൺ പെയർ കാർബണുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ കാർബണുമായിട്ട് ഒരു ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യുമ്പോൾ ബ്രോമിന് സത്യത്തിൽ ഒരു ഷെയറിൻ്റെ നഷ്ടമുണ്ടാകുന്നു അല്ലേ, ഒരു ഇലക്ട്രോണിൻ്റെ നഷ്ടം ബ്രോമിനുണ്ടാകുന്നു. അങ്ങനെ ബ്രോമിൻ പോസിറ്റീവ് ആകുന്നു. എന്നാൽ കാർബൺ ആറ്റത്തിന് ഒരു ഇലക്ട്രോണിൻ്റെ ലാഭമാണ്. അപ്പോൾ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പീഷീസാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ സ്പീഷീസ് ഫോം ചെയ്യുന്നതിന് പകരം നമ്മൾ അവസാനം എഴുതിയ ബ്രോമോണിയം അയോൺ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ബ്രോമോണിയം അയോൺ. ഇപ്പോൾ ഇവിടെ നിന്ന് എന്ത് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്? ഇവിടെ നിന്ന് Br മൈനസ് ലീവ് ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം നിങ്ങൾക്കറിയാം, ഈ ബ്രോമിൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ആ ബ്രോമിൻ ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം Br മൈനസ് ഇവിടെ നിന്ന് ലീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പീഷീസ് ഉണ്ടല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്ന അതിനെ നമ്മൾ ബ്രോമോണിയം അയോൺ എന്നാണ് പറയുന്നത്. ബ്രോമോണിയം അയോൺ കേട്ടല്ലോ. ഈ ബ്രോമിൻ ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള ഈ സ്പീഷീസിനെ ബ്രോമോണിയം അയോൺ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ബ്രോമോണിയം അയോൺ. ബ്രോമോണിയം അയോൺ ഞാൻ ഇങ്ങോട്ട് എഴുതാം. ബ്രോമോണിയം അയോൺ. ഇതെന്താണ്? Br മൈനസ്, അത് ബ്രോമൈഡാണ് അല്ലെ, ബ്രോമൈഡ് അയോണാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഇലക്ട്രോഫിലിക് അറ്റാക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് അല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടെ Br മൈനസ് ലീവ് ചെയ്യുന്നു. മോളിക്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് Br പ്ലസ് ആണ്. Br പ്ലസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫൈലാണ്. ദെർഫോർ വി ക്യാൻ കൺസിഡർ ദിസ് സ്റ്റെപ്പ് ആസ് ആൻ ഇലക്ട്രോഫിലിക് അറ്റാക്ക്. ഇലക്ട്രോഫിലിക് അറ്റാക്ക്, ഇതാണ് ഇനിഷ്യേഷൻ സ്റ്റെപ്പ്. അതൊരു ഇലക്ട്രോഫിലിക് അറ്റാക്കാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഉണ്ടായ ബ്രോമോണിയം അയോണിലേക്ക് നമ്മളുടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതുകയാണ്. കാർബൺ, സിംഗിൾ ബോണ്ട് കാർബൺ, ഹൈഡ്രജൻ,
okay, and here also hydrogen and hydrogen. Then we have bromine here, right? Bromine, and bromine has a positive charge. And ഇങ്ങനെ ഉണ്ടായ ബ്രോമോണിയം അയോണിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. ആരാണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് Br- ആണ് അല്ലേ? Br-. അപ്പോൾ Br- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. എവിടെ അറ്റാക്ക് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. എവിടെയാണ്? ഈ കാർബൺ ആറ്റത്തിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ കാർബൺ ആറ്റത്തിൽ. ആ കാർബൺ ആറ്റത്തിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോൺ പെയർ, കാർബണും ബ്രോമിനും തമ്മിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ പെയർ, അതായത് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺ പെയർ ബ്രോമിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? വി വിൽ ഗെറ്റ് CH, ഓക്കെ, അവിടെ യാതൊരു മാറ്റവുമില്ല. പിന്നെ ഇവിടെ ഈ കാർബണുമായിട്ട് പുതിയൊരു ബ്രോമിൻ ആറ്റം ബൈൻഡ് ചെയ്ത്, അല്ലേ? ഒരു പുതിയ ബ്രോമിൻ ആറ്റം ഇവിടെ ബോണ്ട് ഉണ്ടാക്കുന്നു. ദെൻ again single bond carbon, H, then already there was a bond with bromine, അല്ലേ? ഇനി എന്താണ് ഈ ബ്രോമിൻ എന്ന് പറയുന്നത്? പുതുതായിട്ട് വന്ന ബ്രോമിനാണ് ഇതല്ലേ? അപ്പോൾ അവിടെ ഈ ബ്രോമിനായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് ആയിരുന്നു അതിന് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇലക്ട്രോൺ പെയറിനെ കാർബണുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് വഴി അതിൻ്റെ ഒരു ഇലക്ട്രോൺ ഷെയർ, അല്ലേ? ഒരു ഇലക്ട്രോണിൻ്റെ ഷെയർ ഈ ബ്രോമിന് നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചാർജ് പോകുന്നു. അതുപോലെ ഈ ബ്രോമിനാറ്റത്തിന് നേരത്തെ പോസിറ്റീവ് ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ പെയർ പൂർണ്ണമായിട്ടും ബ്രോമിനാറ്റത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബ്രോമിന് ഒരു ഇലക്ട്രോണിൻ്റെ ലാഭം ഉണ്ടാകുന്നു. അതായത് ഈ ബ്രോമിൻ ന്യൂട്രലായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രോഡക്റ്റ് സത്യത്തിൽ എന്താണ്? CH2CBr, CH2Br, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റാണിത്. CH2 ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവണ്ട, ഇങ്ങനെയൊക്കെ വരച്ച് കാണിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് CH2 സിംഗിൾ ബോണ്ട് CH2, 2 കാർബണാറ്റത്തിലും ഓരോ ബ്രോമിനാറ്റങ്ങൾ. ഓക്കെ, ഇതാണ് നമുക്കുണ്ടാകുന്ന പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? 1,2-ഡൈബ്രോമോ-ഈഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റാണിത്, അല്ലേ? 1,2-ഡൈബ്രോമോ-ഈഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മെക്കാനിസത്തിലുള്ള സ്റ്റെപ്പുകൾ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് അഡിഷൻ ഓഫ് ബ്രോമിൻ ടു ദ ആൽക്കീൻ, അല്ലേ? അപ്പം ബ്രോമിൻ്റെ ഇലക്ട്രോഫിലിക് അഡിഷനാണ്. അതായത് ബ്രോമിൻ ഒരു ഇലക്ട്രോഫൈലായിട്ട് ആൽക്കീനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായിട്ട് മാറുന്നു. അതൊരു ബ്രൊമോണിയം അയോണായിട്ട് റീഅറേഞ്ച് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ബ്രൊമോണിയം അയോൺ ഫോം ചെയ്യുന്നത്? ബ്രൊമോണിയം അയോൺ ഈസ് റിലേറ്റീവ്ലി മോർ സ്റ്റേബിൾ ദാൻ ദിസ് കാർബോകാറ്റയോൺ. ദാറ്റ് ഈസ് വൈ ദ ബ്രൊമോണിയം അയോൺ ഈസ് ഫോമിങ്. ആ സമയത്ത് ആര് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്? ഒരു Br- അയോൺ റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. അതൊരു ന്യൂക്ലിയോഫൈലായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആക്ട് ചെയ്യും. അപ്പോൾ ബ്രോമോണിയം അയോൺ ഇവിടെയുണ്ട്. ആ ബ്രോമോണിയം അയോണിലേക്ക് ഈ ന്യൂക്ലിയോഫൈൽ Br- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. എവിടെ അറ്റാക്ക് ചെയ്യുന്നു? ബ്രോമോണിയം അയോണിൻ്റെ കാർബൺ ആറ്റത്തിൽ അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് കാർബണും ബ്രോമിനും തമ്മിലുണ്ടായിരുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രോമിൻ്റെ സൈഡിലേക്ക് ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റായ 1,2-ഡൈബ്രോമോ-ഈഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നു. ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് ദ അഡിഷൻ ഓഫ് ബ്രോമിൻ ടു എത്തിലീൻ ഓർ അനാൽക്കീൻ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫ്, ഈ ഒരു മെക്കാനിസത്തിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. വി വിൽ ചെക്ക് ദ പ്രൂഫ് ഓഫ് ദിസ് മെക്കാനിസം, അല്ലേ? ഇത് ശരിയാണോ എന്ന് നമുക്കറിയണ്ടേ? അത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ പ്രൂഫ്. ആദ്യമായിട്ട് ഈ റിയാക്ഷൻ ശരിയാണോ, ഈ മെക്കാനിസമാണോ ഇത് ഫോളോ ചെയ്യുന്നത്, നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്ത മെക്കാനിസം കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ആ എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ്: CH2 double bond CH2, that is ethylene, that is our substrate molecule.
it reacts with the bromine, and this reaction is taking place in the presence of Cl minus or chloride ions. അല്ലേ, ഈ റിയാക്ഷനകത്ത് ക്ലോറൈഡ് അയോണുകളുടെ പ്രസൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ വി ക്യാൻ ആഡ് സോഡിയം ക്ലോറൈഡ് ഈ റിയാക്ഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ക്ലോറൈഡ് അയോൺസിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇവിടെ 2 പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നു. ഒന്ന് നമ്മളുടെ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്, ഏതാ? ബ്രോമിൻ്റെ അഡിഷൻ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റാണ് CH2, സിംഗിൾ ബോണ്ട് CH2, ദെൻ Br അല്ലേ? ഇതാണ് ബ്രോമിൻ ആഡ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ്. രണ്ടാമത് ഒരു പ്രോഡക്റ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ആ പ്രോഡക്റ്റ് നോക്കുക എങ്ങനെയാണെന്ന്. CH2, സിംഗിൾ ബോണ്ട് CH2, ഒരു കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ, ഓക്കെ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൂടി നമുക്ക് കിട്ടും. ആദ്യത്തെ പ്രൊഡക്റ്റ് നമുക്കറിയാം 1,2 ഡൈബ്രോമോ ഈഥെയ്ൻ. രണ്ടാമത്തെ പ്രൊഡക്റ്റ് 1 ബ്രോമോ 2 ക്ലോറോ ഈഥെയ്ൻ ആണ്. ഇത് 1 ബ്രോമോ 2 ക്ലോറോ ഈഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. 1 ബ്രോമോ 2 ക്ലോറോ ഈഥെയ്ൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ 1 ബ്രോമോ 2 ക്ലോറോ ഈഥെയ്ൻ കൂടി ഫോം ചെയ്യുന്നത്? ആദ്യത്തെ പ്രോഡക്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം, പക്ഷേ എങ്ങനെയാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് കൂടി ഫോം ചെയ്യുന്നത്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസം നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ ലെറ്റ് us assume that this reaction is following an electrophilic addition mechanism. Okay, so our substrate, ഞാൻ മെക്കാനിസം എഴുതാൻ പോയാണ്. This is a mechanism. മെക്കാനിസത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം CH2 double bond CH2, okay, that is our substrate molecule. This reacts with Br2 Br അല്ലേ? എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇവിടുത്തെ ഡബിൾ ബോണ്ട് അല്ലേ, ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺ ഇവിടുത്തെ ഒരു ബ്രോമിൻ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ബ്രോമിൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇതൊരു Br മൈനസ് ആയിട്ട് ലീവ് ചെയ്യുന്നു അല്ലേ? അതാണ് ആദ്യം സംഭവിക്കുന്നത്. ആ സംഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? CH2 സിംഗിൾ ബോണ്ട് CH2 അല്ലേ, സിംഗിൾ ബോണ്ട് CH2. ദെൻ ഈ CH2 ഇവിടെ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് ആണല്ലോ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഈ കാർബൺ, രണ്ടാമത്തെ കാർബൺ ഒരു ബ്രോമിനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു അല്ലേ? അത് പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ നോട്ട് ബി സ്റ്റേബിൾ. ഈ ഒരു കേസിൽ Br മൈനസ് കൂടി ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കും. ബ്രോമിനിലുള്ള ഇലക്ട്രോൺ പെയർ, ആ ഇലക്ട്രോൺ പെയർ കാർബണിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, കാർബണിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുന്നു. എന്താണത്? CH2 സിംഗിൾ ബോണ്ട് CH2, then Br has a positive charge. Okay, so this is called the bromonium ion. Okay, അപ്പോൾ ഒരു ബ്രോമോണിയം അയോൺ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ സ്റ്റെപ്പിൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നോട്ട് അബൌട്ട് we don't have any problem with that. Okay, we are assuming that the reaction is happening in this way. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ബ്രോമോണിയം അയോണിനെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ്. ഇപ്പം ബ്രോമോണിയം അയോൺ ഞാൻ എഴുതുകയാണ് CH2 സിംഗിൾ ബോണ്ട് CH2, then Br with a positive charge, that is why it is a bromonium ion, and it is attacked by a nucleophile. Which nucleophile is attacking here? The nucleophile will be Br minus. മാത്രമല്ല, Br മൈനസ് മാത്രമല്ല ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. നിങ്ങൾ ഇവിടുത്തെ റിയാക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞു ഇവിടെ Cl മൈനസിൻ്റെ പ്രസൻസിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ Cl മൈനസ് കൂടി നമ്മുടെ റിയാക്ഷൻ മീഡിയത്തിലുണ്ട് അല്ലേ? അപ്പം Br മൈനസ് മാത്രമല്ല റിയാക്ഷൻ മീഡിയത്തിലുള്ളത്, Cl മൈനസ് കൂടിയുണ്ട്.
അതുകൊണ്ട് Br-Cl- ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. എന്ത് തന്നെയായാലും ഞാൻ ന്യൂക്ലിയോഫൈലിനെ എക്സ് മൈനസ് എന്ന് വിളിക്കുകയാണ്. വേർ എക്സ് മൈനസ് ഈസിക്കൽ ടു എന്താണ് ഇവിടുത്തെ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഈസിക്കൽ ടു Br മൈനസ് ഓർ Cl മൈനസ്. ഇത് രണ്ടുമാകാം അല്ലേ. ഇതിലേതെങ്കിലും ഒരു ന്യൂക്ലിയോഫൈലായിരിക്കും ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് കാർബൺ ആറ്റത്തെ അറ്റാക്ക് ചെയ്യുന്നത്? അതുകൊണ്ട് ഈ കാർബൺ ആറ്റത്തെ അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ കാർബണും ബ്രോമിനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കാം? വി വിൽ ഗെറ്റ് ദിസ് പ്രൊഡക്റ്റ് CH2 സിംഗിൾ ബോണ്ട് CH2. അതുപോലെ ഇരിക്കട്ടെ. ഇനി ഇവിടെ ഒരു പുതിയ സ്പീഷീസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലേ. ഏതാണ്? എക്സ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അതുപോലെ ഈ കാർബൺ ആറ്റത്തിൽ ആരുണ്ട്? ഈ കാർബൺ ആറ്റത്തിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്രോമിനുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ. ഇങ്ങനെയാണ് ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി ഐദർ ക്ലോറിൻ ഓർ ബ്രോമിൻ. അപ്പോൾ ഇത് ക്ലോറിനോ ബ്രോമിനോ ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് പ്രോഡക്റ്റുകൾ നമുക്ക് നോക്കാം. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH2 സിംഗിൾ ബോണ്ട് CH2 then Br then here X is also Br. Okay, this is one product. Another product is എന്താണ് രണ്ടാമത് കിട്ടുന്ന പ്രോഡക്റ്റ്? CH2 സിംഗിൾ ബോണ്ട് CH2 Br. അതിന് മാറ്റമൊന്നുമില്ല. ബട്ട് എക്സ് ക്യാൻ ബി Cl മൈനസ് ആൾസോ അല്ലേ. അപ്പോൾ Cl മൈനസും എക്സ് ആകാം. അപ്പം ഇവിടെ ക്ലോറിൻ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റുകളാണ്. എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ Cl മൈനസ്, അതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ Cl. ഓക്കെ, അപ്പം രണ്ട് പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1,2 ഡൈബ്രോമോ ഈഥേൻ, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണത്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 ബ്രോമോ 2 ക്ലോറോ ഈഥേൻ. ഓക്കെ, ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ പറഞ്ഞ മെക്കാനിസം ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മെക്കാനിസത്തിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. എന്താണ്? വെൻ bromine is reacting with the ethylene in presence of the chloride ion, two products are formed. One is the normal addition product, that is 1,2-dibromoethane, okay, normal addition product, and the another one is 1-bromo-2-chloroethane, okay, and this 1-bromo-2-chloroethane is produced along with the normal addition product only because it is following the electrophilic addition mechanism. Okay, so this is the proof of the mechanism. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒന്നുകൂടെ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അഡിഷൻ ഓഫ് ബ്രോമിൻ ടു ഡബിൾ ബോണ്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. എത്തിലീൻ എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് ബ്രോമിൻ മോളിക്യൂൾ ആഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്തിലീൻ്റെ രണ്ട് അഡ്ജസൻ്റ് കാർബൺ ആറ്റങ്ങളിലേക്ക് ഓരോ ബ്രോമിൻ ആറ്റങ്ങൾ അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതായത് ഒരു വിസിനൽ ഡൈബ്രോമൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസമാണ് ഫോളോ ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസം മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അറ്റാക്ക് ഓഫ് ദ ഇലക്ട്രോഫൈൽ on the carbon-carbon double bond to form a carbocation, and second step is the nucleophile react with the carbocation to give the final product. Okay, ഇനി നമുക്ക് ഈ ഒരു മെക്കാനിസം ഇത് ഫോളോ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ഇതിൻ്റെ മെക്കാനിസം നമുക്ക് എഴുതാം. കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ ബ്രോമിൻ ഉണ്ട്. ബ്രോമിൻ ബോണ്ട് വളരെ വീക്കാണ്. ഇവിടുത്തെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺ പെയർ ബ്രോമിനിലേക്ക് മാറുന്നു. ആ സമയത്ത് ബ്രോമിൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രോമൈഡ് അയോണായിട്ട് രണ്ടാമത്തെ ബ്രോമിൻ റിലീസ് ചെയ്ത് പോകുന്നു അല്ലേ. അങ്ങനെ ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ അസംഷൻ. ബട്ട് ദാറ്റ് കാർബോകാറ്റയോൺ ഈസ് റിലേറ്റീവ്ലി വെരി അൺസ്റ്റേബിൾ ആൻഡ് സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫോർമേഷൻ ഇറ്റ് മേ റീഅറേഞ്ച് ആൻഡ് ഗീവ് എ ബ്രോമോണിയം അയോൺ. ഓക്കെ, സോ ബ്രോമോണിയം അയോൺ ഈസ് ബീങ് ഫോംഡ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ഈ ബ്രോമോണിയം അയോണിനെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് Br- ആണ് അല്ലേ. ഇവിടുന്ന് റിലീസ് ചെയ്തു പോയ Br- ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. അപ്പം ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ചെയ്യുന്നു 1,2-ഡൈബ്രോമോഇഥൈൻ എന്ന് പറയുന്ന ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫാണ്. നമുക്ക് പ്രൂഫ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രൂഫിന് വേണ്ടി നമ്മളൊരു
റിയാക്ഷനെ നമ്മളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ചെറിയൊരു വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയാണ്. നമ്മൾ എഥിലീനും ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനകത്തൊരു Cl- കൂടി ആഡ് ചെയ്യുന്നു അല്ലേ. സോ ബ്രോമിൻ റിയാക്ട്സ് വിത്ത് എഥിലീൻ ഇൻ പ്രസൻസ് ഓഫ് Cl-, then we get two products. One is the expected product, that is the 1,2-dibromoethane, and another product is 1-bromo-2-chloroethane. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇത് ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുന്നു. So if it is an electrophilic addition, then ethylene reacts with the bromine to give the bromonium ion, and in the next step this bromonium ion will be attacked by a nucleophile. But who are the nucleophiles here? The nucleophile can be either Br- or Cl-, which was already in the solution. Okay, അപ്പം ഇങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ Br ആകാം അല്ലെങ്കിൽ Cl ആകാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റുകളും കിട്ടുന്നു അല്ലേ. 1,2-dibromoethane-ഉം 1-bromo-2-chloroethane കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ മെക്കാനിസം ആയിരിക്കണം ഇത് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ മെക്കാനിസം ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസമാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ പ്രൂഫ് ഫോർ ദ മെക്കാനിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.